ചൈന യുദ്ധകാലത്ത് നാഗാ സന്യാസിമാർ വഹിച്ച പങ്ക്. ഇപ്പൊ അങ്ങയുടെ കയ്യിൽ ഇത് വാളാണോ? എങ്കിലും നാഗാ സന്യാസിമാർ രണ്ടാം ചൈന യുദ്ധത്തിൽ പങ്കെടുത്തു. മുഗളന്മാരുടെ ആക്രമണ കാലത്ത് കൊടും മഞ്ഞിലും ഗിരിശൃംഗങ്ങളിലുമുള്ള ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും സംരക്ഷിക്കേണ്ട ആവശ്യകത ഉണ്ടായി. ഇന്ത്യൻ പട്ടാളവും നാഗാ സന്യാസി ഞങ്ങൾ സ്വയം പറയുന്നത് തന്നെ ഞങ്ങൾ നാഗാ ഫോഴ്സ് എന്ന്. അവിടെ വീണ്ടെടുക്കുവാൻ ആയുധമേന്താൻ ഞങ്ങൾ എന്നേ തയ്യാറാണ്. ഭരണാധികാരികളുടെ അനുവാദം മാത്രം. നമുക്ക് ഈ ഐഡന്റിറ്റി പ്രൂഫ്, ഇപ്പോൾ ഇലക്ഷൻ ID ഇതൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളൊരു പേരിൽ അറിയപ്പെടുന്നു. എൻ്റെ ഒരു ജിജ്ഞാസ, ഇതൊക്കെ കാലങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ മറ്റൊരു പേര് സ്വീകരിച്ചു, നമ്മുടെ ജീവിതശൈലി മാറുന്നു. അപ്പോഴും നമ്മൾ ഈ ഐഡന്റിറ്റി ഇങ്ങനെ തന്നെ നിൽക്കുമോ, നിലനിൽക്കുമോ? ഇല്ല, നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്നു. ഓട്ടോമാറ്റിക്കലി പോകുന്നതാണ്. കാരണം പുതിയൊരു സമൂഹം, പുതിയൊരു ജീവിത രീതി. ആധാർ കാർഡ് അത് നമുക്ക് മാറ്റാം. നിയമപ്രകാരം പറയുകയാണെങ്കിൽ സ്വാമി ദിഗംബർ ശിവാനന്ദഗിരി നിരഞ്ജനി അകാലയുടെ കാർഡുണ്ട്. ഇപ്പൊ നാട്ടിൽ അജയഘോഷ് എന്ന പേര് കാർഡ് ഉണ്ടെന്നിരിക്കട്ടെ. അപ്പൊ ഈ അഖാഡയിൽ നിന്ന് കിട്ടിയ ID കാർഡ് നോട്ടറി അറ്റസ്റ്റ് ചെയ്തിട്ട് കോടതി കൊടുക്കുമ്പോൾ 3 മാസത്തിനുള്ളിൽ ആരും ചലഞ്ച് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആധാർ ID കാർഡ് എല്ലാം ശിവാനന്ദഗിരി തപോവന അഖാഡ ഹരിദ്വാറായി മാറും. പിന്നെ ഇപ്പൊ കേരളത്തിൽ നിങ്ങളുടെ ഒരു ആശ്രമത്തിൽ താമസിക്കുകയാണ് ഞാൻ, ആ അഡ്രസ്സിൽ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് ആർക്ക് പൂർവാശ്രമത്തിന്റെ പേരിൽ. ആദ്യം ഇതും കൂടെ ടൈപ്പ് ആക്കിയിട്ട് ഈ നോട്ടറി വെച്ചിട്ട് സ്വാമി ശിവാനന്ദഗിരി സപ്പോസ് ദിസ് കൈൻഡ് ഓഫ് കുണ്ടമംഗടം ദേവി ടെമ്പിൾ എന്ന ആധാർ കാർഡും കിട്ടും. എല്ലാം നിയമപ്രകാരമാണ്. പക്ഷെ അവിടെ അഖാഡയിലൊക്കെ നമ്മുടെ ഇവിടുത്തെ പോലെ അക്ഷയെ പോയി കാത്തു നിൽക്കേണ്ട. താലൂക്കിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥർ വരും, രാവിലെ കൊടുക്കണു, വൈകിട്ട് നമുക്ക് അഡ്രസ് ചെയ്യും. കാരണം അത് ചൈന യുദ്ധകാലത്ത് നാഗാ സന്യാസിമാർ വഹിച്ച പങ്ക്. അതുകൊണ്ടാണ് നാഗാ സന്യാസിമാർ അഖാഡകൾക്ക് ഇന്നും വൈദ്യുതിയും വെള്ളവും ഫ്രീ ആണ്. ആശ്രമങ്ങൾക്ക് കരവും ഒഴിവാക്കി. ഈ എന്തിനാണ് ഈ ആയുധങ്ങളുമായി ഇങ്ങനെ സഞ്ചരിക്കുന്നത്? ഞാൻ ചില സമയത്ത് തൃശ്ശൂരധാരികളായ സന്യാസിമാരെ കണ്ടിട്ടുണ്ട്. ഇപ്പം അങ്ങയുടെ കയ്യിൽ ഇത് വാളാണോ? അല്ല, ഇത് നമ്മൾ ഹോമകുണ്ടം ഒരു വിറക് നീക്കിയിടുന്ന സാധനമാണ്. വിറക് കത്തുമ്പോൾ തട്ടി ഇതിന് ചിംട എന്നാണ് പറയുന്നത്. ചിംട. ഇത് അത്യാവശ്യം ഒരു കേരളം അല്ലേ, കൈ ഇരുന്നോട്ടെ. കേരളമല്ലേ കൈ. പിന്നെ പ്രത്യേകിച്ച് നാഗാ സന്യാസികള് ശസ്ത്രധാരികളുണ്ട്, ശാസ്ത്രധാരികളുണ്ട്, ആയുധവിദ്യയിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ളവരുണ്ട്. അങ്ങനെ പരിശീലിപ്പിച്ചെടുക്കുന്നത് ഒരു പരമ്പരയെ നിലനിർത്താനാണ്. ഇന്ന് നമുക്ക് ഫോഴ്സ് ഒക്കെ ഉണ്ട്, ഇല്ലേ? ഫോഴ്സ് ഉണ്ട്. എങ്കിലും നാഗാ സന്യാസിമാർ രണ്ടാം ചൈന യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. മുഗളന്മാരുടെ ആക്രമണ കാലത്ത് കൊടും മഞ്ഞിലും ഗിരിശൃംഗങ്ങളിലുമുള്ള ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും സംരക്ഷിക്കേണ്ട ആവശ്യകത ഉണ്ടായി. ഇല്ല. അതുകൊണ്ടാണ് ഭഗവാൻ ശങ്കരാചാര്യര് നാഗാ സന്യാസിമാരെ ഈ കർത്തവ്യത്തിനായിട്ട് നിയോഗിക്കപ്പെട്ടത്. ഈ സന്യാസിമാരുടെ എല്ലാവരുടെയും ഗുരു എന്ന് പറയുന്നത് ഭഗവാൻ ആദി ശങ്കരാചാര്യർ തന്നെയാണ്. അദ്വൈത സിദ്ധാന്തിയായ ഭഗവാൻ എല്ലാവരുടെയും. അതിനുശേഷമാണ്, അല്ല എല്ലാവരുടെയും എന്ന് പറയാൻ പാടില്ല, ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ, ആത്മീയ പ്രസ്ഥാനങ്ങളുണ്ട്, ഒട്ടനവധി ഗുരുക്കന്മാരുടെ പരമ്പരകളുണ്ട്. പറയുകയാണെങ്കിൽ പൂജാവിധികളെല്ലാം ദശനാമി ശങ്കരാചാര്യ പരമ്പര എന്ന് വേണമെങ്കിൽ പൂജാവിധികൾ വ്യത്യസ്തമാണ്. പക്ഷെ ഭഗവാൻ ശങ്കരാചാര്യ ചിട്ടപ്പെടുത്തിയതെല്ലാം തന്നെ ശങ്കരാചാര്യ മഠങ്ങളിൽ അനുവർത്തിക്കുന്നുണ്ട്. അഖാഡകളിലെ ആചാര പൂജാവിധികളൊക്കെ തന്നെയും ഗുരുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. പിന്നീട് വന്ന ആചാര്യന്മാര് അതിൽ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്, അഖാഡകൾ നിർമ്മിച്ചിട്ടുണ്ട്. ഭഗവാൻ നാഗാ സന്യാസിമാരെയാണ് നിർമ്മിച്ചത്. പിന്നീട് അഖാഡകൾ, അതിനുശേഷം വന്ന ആചാര്യന്മാര് പരിഷ്കരണം. ഇപ്പൊ കോളേജുകളും സ്കൂളുകളും വരെ അഖാഡകൾക്കുണ്ട്, മഹാക്ഷേത്രങ്ങളും. പണ്ട് ഹിമാലയത്തിൽ ഇതൊക്കെ നോക്കി നിൽക്കണമെങ്കിൽ ഇപ്പൊ നമ്മള് അമ്പലത്തിലോട്ട് പോകുന്ന വഴി ഒരു നായ ശല്യം ചെയ്യാറുണ്ട് നമ്മളെ. അറിയുമ്പോൾ നമ്മളിന്നൊരു കമ്പൊടിച്ചോണ്ടു, നമ്മൾ നായ ഉപദ്രവിക്കാനല്ല, ഇതൊക്കെ ഞാനൊക്കെ കാണിക്കുമ്പോൾ നായ അങ്ങ് പോവും. അപ്പൊ അന്ന് ആചാര്യന്മാർക്ക് ആയുധം ഏതേണ്ടി വന്നത് ചില വൈദേശിക ആക്രമണ സാഹചര്യങ്ങളിൽ മൃഗീയമായ പീഡനത്തിന് ശേഷമാണ് സനാതനധർമ്മ വിശ്വാസികളായ ബ്രാഹ്മണരെയും ആചാര്യന്മാരെയും ഈ വിദേശ ആക്രമണകാരികൾ കൊല ചെയ്തത്. ജനനേന്ദ്രിയത്തിൽ ഈർക്കിലും കമ്പിയും തുളച്ചു കയറ്റുക, പന്തം തീകുത്തി കത്തിച്ചിട്ട് കണ്ണിലേക്ക് ഇറക്കുക. അപ്പൊ ഇതെല്ലാം നേരിടണമെങ്കിൽ ആയുധം അഭ്യസിച്ച ആചാര്യന്മാരും വേണം. പിന്നെ കൊടും മഞ്ഞ്. ഇന്നും ഹിമാലയ പ്രാന്തങ്ങളില് സൈനികർ പല കാര്യം സംശയ നിവർത്തിക്ക് വേണ്ടി ആചാര്യൻ ചോദിക്കാറുണ്ട്. നമ്മുടെ ഒരു ഗുരുഭായി ബദരിനാഥ് ക്ഷേത്രത്തിന് മുകളിൽ 3ാമത്തെ ഗുഹയെ താമസമുണ്ട്.
അപ്പൊ അദ്ദേഹത്തിനോട് ഒരു സൈനികൻ ചോദിച്ചെന്നാണ്, സ്വാമി പാലിട്ടേക്കണം, പാലൊക്കെ മേടിച്ചു കൊണ്ടിട്ട് മഞ്ഞ് കിഴിച്ച് പാലോട് ഇട്ടേക്കല്ലേ, ഒരു കമ്പി കുത്തു വയ്ക്കും പാൽ ഇവിടെ ഉണ്ടെന്നറിയാം, ഫ്രീസ്ഡാണ്. അപ്പൊ ചോദിക്കും, ബാബാജി മഞ്ഞെടുത്ത് കൂട്ടത്തിലുള്ള ഷാമ്പൂവിന്റെ കവറോ നീളമുള്ള തലമുടിയോ സോപ്പിന്റെ കവറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. ദാറ്റ് മീൻസ് മുകളിൽ ആരോ താമസിക്കുന്നതാണ്. അതുപോലെ ആചാര്യന്മാർക്കും പറയാൻ സാധിക്കും. വെളുത്ത പ്രാവ്, സുഖം, മയൂരം, എന്താ മാന്, അതൊന്നും മനുഷ്യനുമായിട്ട് ഇണങ്ങില്ല, മനുഷ്യനുമായിട്ട് ഇണങ്ങില്ല. ഹിമാലയത്തിൽ സ്വച്ഛന്തം വിഹരിക്കുന്ന മാൻകൂട്ടം പൊടുന്നനവേ പെട്ടെന്ന് ഒരു കൂട്ടം, ഒരു മാൻപറ്റം ധൃതിയിൽ ഇടതുഭാഗത്ത് വലതുഭാഗത്തെ ഓടി രക്ഷപ്പെടുകയാണ്. നമുക്ക് മനസ്സിലാക്കാം എന്ത് ആരോ അവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് രണ്ടാം ചൈന യുദ്ധത്തിന് ശേഷം ഇന്ത്യൻ പട്ടാളവും നാഗാ സന്യാസിയും ഞങ്ങൾ സ്വയം പറയണത് തന്നെ ഞങ്ങൾ നാഗാ ഫോഴ്സ് എന്നാണ്. ശത്രുരാജ്യം എന്ന് പറയപ്പെടുന്ന പല പ്രദേശങ്ങളും ആർഷഭാരതത്തിന്റെ ഭാഗമായിരുന്നു. അവിടെ വീണ്ടെടുക്കുവാൻ ആയുധമേന്താൻ ഞങ്ങൾ എന്നേ തയ്യാറാണ്. ഭരണാധികാരികളുടെ അനുവാദം മാത്രം മതി ഞങ്ങൾക്ക്. സനാതന ജീവിത രീതി നമ്മൾ ഒരുപാട് വിമർശനം നേരിട്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം തമിഴ്നാട് എന്ന് പറയപ്പെടുന്ന പ്രദേശത്ത് നിന്നും ഒരു ചെറുപ്പക്കാരന്റെ ജൽപ്പനം കേട്ട് സനാതനത്തെ അവൻ മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിക്കും എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ സനാതനത്തിനെ പ്രതികുമ്പോൾ രാമൻ, അങ്ങയുടെ സുഖത്തിന് വേണ്ടി ഞാൻ ദുഃഖം അനുഭവിക്കുന്നു. ട്രെയിനിലൊക്കെ 3 സീറ്റാണല്ലോ, നമ്മൾ 2 പേരും 2 സൈഡിൽ ഇരിക്കണം, നടുക്കത്തെ സീറ്റ് കാലിയാണ്. പെട്ടെന്ന് നമ്മുടെ രഞ്ജിത്ത് വന്നു, അങ്ങോട്ട് നീങ്ങിയിരിക്കും, ഞാൻ സൈഡിൽ ഇരിക്കട്ടെ. അപ്പൊ എനിക്ക് തട്ടാതെ മുട്ടാതെ ഇരിക്കും, അങ്ങ് നടുക്കോട്ട് നീങ്ങിയിരിക്കും. അത് സന ഗുരുവിന്റെ ആവശ്യപ്രകാരം ഞാൻ കൊട്ടാരം വിടുകയാണ്. അച്ഛനാണ് പറയുന്നത്, പോകാൻ പറയുന്നു. അമ്മയുടെ ആവശ്യപ്രകാരം കാട്ടിലേക്ക് പോകുന്നു. നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഭാര്യയെയും ത്യജിക്കുന്നു. ത്യാഗമാണ് സനാതനം. ഭാരതത്തില് ധർമ്മത്തെ രക്ഷിക്കാൻ പ്രാണൻ ത്യജിച്ച ആചാര്യന്മാരെ കുറിച്ചും ശാസ്ത്രഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. ദധീജി മഹർഷിയുടെ കാര്യം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ അസ്ഥിവരം, ജീവനുള്ള അസ്ഥിവരം അദ്ദേഹം കൊടുത്തു, ദാനം ചെയ്തിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഈ സനാതന ജീവിത രീതി ഇപ്പൊ ഒരു 10-12 വർഷങ്ങളായിട്ട് കുറെയൊക്കെ നമ്മൾ അത് അനുവർത്തിക്കാൻ നമ്മൾ പുറകോട്ട് പോകുന്നില്ല. എന്തോ ഒരു നമ്മളെ ആരെയോ നയിക്കുന്നു എന്നൊരു തോന്നൽ ഉള്ളിൽ തോന്നുന്നുണ്ടാകാം. ഇല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം ശരിയായ പാതയിൽ ചലിക്കുകയാണ് എന്ന് നമുക്കൊക്കെ ഒരു വികാരം ഉള്ളത് കൊണ്ടാകാം. നമ്മൾ ട്രെയിനിൽ കയറി ഇരിക്കുമ്പോൾ സീറ്റ് കിട്ടി, പിന്നെ നമ്മൾ നേരെയൊക്കെ വെച്ചിട്ട് ഒന്ന് നേരെ ഇരിക്കാൻ ശ്രമിക്കും. സനാതന ഹിന്ദുവിന് ഭാരതത്തിൽ സീറ്റ് കിട്ടിയ അവസ്ഥയാണ് ഇപ്പോൾ. ഇനി നമ്മൾ നേരെ ഇരുന്നിട്ട് ആ യാത്ര സുഗമമായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഡ്രൈവർ നല്ലയാളായിരിക്കണം, എങ്കിലേ നമുക്ക് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് ഹിതകരമായ സുഖകരമായ അവസ്ഥ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ശ്ലോകം, രാജ്യേ ധർമ്മണി ധർമ്മിഷ്ഠ പാപേ പാപ സമാസമ രാജാനുവനുവർത്തന്തെ യഥാ രാജാ തഥാ പ്രജ. നേരത്തെ പറഞ്ഞത് ജനങ്ങൾക്ക് ക്ഷേമമുണ്ടോ? ആരാണ് കാരണം? രാജാവ്. അതെ. ജനങ്ങൾ നശിച്ചോ? ആരാണ് കാരണം? എന്റെ പ്രജ നശിക്കുകയാണ്, അവരെ നേർവഴി കാട്ടി രക്ഷിക്കേണ്ടത് രാജാവിന്റെ ചുമതലയാണ്. അല്ലെങ്കിൽ അയാൾ രാജാവാൻ യോഗ്യനല്ല.